നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ചാവി ഹെർണാണ്ടസിൻ്റെ കാര്യത്തിൽ ഒരു യൂ ടേണിൻ്റെ സൂചനകളാണ് മൊത്തത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാറ്റലൻ മാധ്യമങ്ങളൊക്കെ നൽകുന്ന സൂചന ചാവി ഇപ്പോൾ ബാഴ്സലോണയിൽ തുടരാൻ തയ്യാറാണ്. ഈ സീസണിനൊടുവിൽ താൻ പടിയിറങ്ങുകയാണ് എന്ന് ചാവി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. വാർത്താ മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ അത് ചോദിക്കുകയും നിങ്ങളുടെ തീരുമാനം മാറുമോ എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഇല്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല, മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള സൂചനകൾ വരുന്നു. ചാവി ഹെർണാണ്ടസ് ഡെക്കോയുമായിട്ട് സംസാരിച്ച് താൻ അവിടെ തുടരാൻ തയ്യാറാണ് എന്ന തരത്തിൽ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കുറച്ച് നാളുകളായിട്ട് ബാഴ്സലോണയുടെ തലപ്പത്തിരിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സക്സസ്ഫുൾ ആവുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ അവിടെ തുടരുന്നതിന് ചാവി 3 കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് എന്നുകൂടി റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞു. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഒരു ടോപ്പ് ഫുൾ ബാക്ക് വേണം. മികച്ച ഫുൾ ബാക്കിനെ കൊണ്ടുവരണം. കഴിഞ്ഞില്ല, ഒരു ടോപ്പ് പിവോട്ട് വരണം. എന്ന് പറഞ്ഞാൽ കിമ്മിച്ചിനെ പോലെയോ സുബിമെൻഡിയെ പോലെയോ ഉള്ള താരങ്ങളെ കൊണ്ടുവരണം, പിവോട്ടായിട്ട് കൊണ്ടുവരണം. കൂടാതെ പ്ലെയർ ലൈക്ക് ബെർണാഡോ സിൽവയെ പോലുള്ള ഒരു താരത്തെ കൊണ്ടുവരികയും വേണം. ഇത്തരം 3 ആവശ്യങ്ങൾ ചാവി ഹെർണാണ്ടസ് മുന്നോട്ട് വെച്ചു എന്നാണ് സ്പാനിഷ് മാധ്യമ പ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം അലക്സ് പിൻഡാനൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം റിലീവോയുടെയും മറ്റ് റേഡിയോ മാർക്ക് അടക്കമുള്ള മാധ്യമങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടറാണ്. അവരോടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത് ഈ 3 കാര്യങ്ങൾ കൂടി, കണ്ടീഷനുകൾ കൂടി ചാവി ഹെർണാണ്ടസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന്. അതേസമയം മറ്റു മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ അദ്ദേഹം തയ്യാറാണ് തുടരാൻ. ഇനിയിപ്പം അധികം വൈകാതെ ലാപ്പോട്ടയും മറ്റുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ഇരിക്കുകയാണ് എന്നും വരുന്നു. ഏതായാലും ചാവി ഹെർണാണ്ടസ് ബാഴ്സലോണയിൽ തുടരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോസ് അനുഭവിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.